ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഫലൂഡ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. ഞാൻ ഈ ഒരു ഫ്ലേവർ വരുന്നത് മാംഗോ ഫ്ലേവർ ആയിട്ടുള്ള ഫലൂഡയുടെ പാക്കറ്റാണ്. ഞാൻ 2 ദിവസം മുമ്പ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, മിക്സഡ് ആയിട്ടുള്ളത്. ഇതൊരു പിസ്ത ഫ്ലേവർ അടങ്ങിയിട്ടുള്ള ഫലൂഡയുടെ പാക്കറ്റാണ്, 200 ഗ്രാമിൻ്റെ. ഇതിൻ്റെ ക്വാണ്ടിറ്റി എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് അത് ചൂസ് ചെയ്തു. അതിനാവശ്യമായ സാധനങ്ങൾ: ഏലക്ക, ടൂട്ടി ഫ്രൂട്ടി, ഗ്രേപ്സ്, പീനട്ട് ജെല്ല്, ചിയ സീഡ്, കസ്കസ്, കുതിർത്ത് വെച്ചേക്കുന്ന കസ്കസ്, കോൺഫ്ലെക്സ്. ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഉള്ളതൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്, 1 ഗ്ലാസ് മിൽക്ക് ഉണ്ട്, 1/2 ഗ്ലാസ് വാട്ടർ ഉണ്ട്. അതിനുശേഷം ബൗളിലേക്ക് ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിൽ ഒരു വൈറ്റ് പൗഡറാണ് ആ പാക്കറ്റിലുള്ളത്. ബർമസല്ലിയുടെ ആ ഒരു നീളത്തിനുള്ള സംഭവങ്ങളൊക്കെ കണ്ടോ കിടക്കുന്നത്. പിന്നെ കസ്കസിൻ്റെ ബ്ലാക്ക് കളറുള്ളതൊക്കെ ഇതിൽ പാക്കറ്റിലുള്ളതാണ്. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എല്ലാം കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. പാല് നോർമൽ ടെമ്പറേച്ചറിലാണ് വെക്കേണ്ടത്, സിമ്മിലിടണം. അതിനുശേഷം ബൗളിൽ എടുത്ത് വെച്ചേക്കുന്നത് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിക്കുക. അതിന് കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് കുറുകി വരുന്നത് വരെ മിക്സ് ചെയ്യുക. ആ ഒരു തിക്കായിട്ട് കിട്ടുന്നത് വരെ അത് എടുക്കുക. അതിനുശേഷം ഞാൻ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചായിരിക്കും ഈ ഒരു ഇപ്പോഴത്തെ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയത്. ഇല്ല എങ്കിൽ നമുക്ക് ഫ്രീസ് ചെയ്തൊക്കെ കഴിക്കാം. ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവിലിട്ട് കൊടുത്തു. പിന്നെ കോൺഫ്ലെക്സ്, കുതിർത്ത് വെച്ച ചിയ സീഡ്, കസ്കസ്, ചിയ സീഡ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പീനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി, ഇതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ് കളറിലുള്ള ഗ്രേപ്സാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നിട്ടുള്ളത്, അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ജെല്ലി, ഇതിൽ തന്നെ ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് ഷുഗർ വേണ്ട. പിന്നെ വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഏത് ഐസ്ക്രീമാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ പീനട്ടും കുറച്ച് ജെല്ലും കൂടി മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മിക്സിൽ വേറെ പ്രത്യേകിച്ച് കളറൊന്നും ഒഴിച്ചിട്ടില്ല. ഇത് കിട്ടിയപ്പോൾ മിക്സ് ചെയ്ത് കിട്ടിയപ്പോഴുള്ള ഒരു പിസ്ത ഫ്ലേവറാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ വൗ എന്ന് പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നതിന് ഓക്കെ, ബൈ.